ഉദ്യോഗസ്ഥരുടെ അലംഭാവം. ഗുണഭോക്താവിന് 9 മാസത്തെ പെൻഷൻ പാഴായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ട് നമ്പർ ഉദ്യോഗസ്ഥ അലംഭാവത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയതിനാൽ ഗുണഭോക്താവിന് 9 മാസത്തെ പെൻഷൻ പാഴായി. ശ്രീനാരായണപുരം പനങ്ങാട് അഞ്ചാമ്പരത്തി അവിണിപ്പുള്ളി ഗോപാലകൃഷ്ണൻ മകൻ ദാസനാണ് 9 മാസത്തെ വാർദ്ധക്യ പെൻഷൻ കിട്ടാതെയായത്. പെൻഷൻ കിട്ടാതെ വന്നതിനെ തുടർന്ന് കൊച്ചി FM നിലയം സംഘടിപ്പിച്ചു വരുന്ന നിയമവേദിക്ക് പരാതി നൽകി. നിയമവേദി ശ്രീനാരായണപുരം പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് 2020 മെയ് മുതൽ തുടർന്നുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങിയത്. എന്നാൽ കുടിശ്ശിക വന്ന 9 മാസത്തെ പെൻഷൻ ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇരിങ്ങാലക്കുടയിൽ സ്വാന്തന സ്പർശം എന്ന പേരിൽ നടത്തിയ അദാലത്തിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ അപേക്ഷ സ്വീകരിക്കുകയും ശരിയാക്കാമെന്ന് ഉറപ്പു നൽകി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തുവെങ്കിലും കുടിശ്ശികയായ പെൻഷൻ ലഭിച്ചില്ലെന്ന് ദാസൻ പറഞ്ഞു. സുനിൽകുമാറിന് അപേക്ഷ നൽകുകയും വേഗം തന്നെ താങ്കൾക്കത് കിട്ടുവാനും നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. 2 വർഷത്തിന് ശേഷം ഇതുവരെയും കിട്ടിയില്ല. 2 വർഷത്തിന് മുമ്പ് ഇപ്പോൾ അത് കരുതലും കൈത്താങ്ങും എന്ന ഇതിലേക്കും ഞാൻ അപേക്ഷിച്ചു. കരുതലും കൈത്താങ്ങിലും അപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞു, ഇപ്പം മാഡം പറഞ്ഞു ഇപ്പോൾ തന്നെ വേഗം ശരിയാക്കും. ഇതുവരെ ഒരു അറിയിപ്പും ഉണ്ടായില്ല. എന്നോട് അന്ന് സെക്രട്ടറി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നെ വിളിക്കാം, തിങ്കളാഴ്ച പരിപാടി നടന്നു, ചൊവ്വാഴ്ച എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും വിളിച്ചിട്ടില്ല. അതെ, എനിക്ക് 9 മാസത്തെ കുടിശ്ശിക തരാമെന്ന് അവർ രേഖാമൂലം എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. 9 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സംഖ്യ കിട്ടിയിട്ടില്ല. അതാണ് പരാതി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിലും കുടിശ്ശിക പെൻഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകി. അദാലത്തിൽ സംബന്ധിച്ചിരുന്ന മന്ത്രി ഡോക്ടർ R. ബിന്ദു പരാതി സ്വീകരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഉടൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ ഒന്നും സംഭവിച്ചതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ദാസൻ പറഞ്ഞു. ഇതിന് പരാതി കൊടുത്തതിന് ശേഷം തൃശ്ശൂർ ജില്ലാ കളക്ടർ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ കളക്ടർ വന്നതിന് ശേഷം പുതിയ കളക്ടർ വന്നത്, അവിടുത്തെ മാഡം പറഞ്ഞ് പുതിയ കളക്ടറാണ്, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അത് പഠിച്ചതിന് ശേഷം വരാൻ. പിന്നെ ഞാൻ DD ഓഫീസിൽ പോയി. അവരും വന്ന് പരാതി സ്വീകരിക്കുന്നതിന് പകരം പല നമ്പർ തരികയും ചെയ്തു. ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് ആരും എടുത്തില്ല. പിന്നെ ഞാനൊന്നും മിണ്ടാതെ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ പരാതി വീണ്ടും കൊടുത്തു. സാന്ത്വനത്തിനും കൊടുത്തിട്ടും ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല. അവർ ഈ മാസം 4-ാം തീയതി എനിക്കൊരു ലെറ്റർ അയക്കുകയുണ്ടായിരുന്നു, 4/5. താങ്കളുടെ പരാതി ശരിയാണെന്നും സംഖ്യയ്ക്ക് മേലോട്ട് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു തന്നു. പക്ഷേ സംഖ്യ ഇതുവരെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. എൻ്റേതല്ലാത്ത തെറ്റാണിത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ എൻ്റെ നമ്പർ തെറ്റിയതിൽ വന്ന പിഴവ് അത് ഞാനിതുവരെ അനുഭവിക്കുന്നു. 2019 ആഗസ്റ്റ് മുതൽ 2020 ഏപ്രിൽ മാസം വരെയുള്ള 9 മാസത്തെ പെൻഷനാണ് കിട്ടാതെ വന്നത്.